ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൂത് കൗരവസഭയിൽ ചെന്ന് ദൂത് പറയുന്ന ഭാഗമാണ് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തനാപുരിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് 5 പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും പാഞ്ചാലി യുദ്ധം ചെയ്ത് തനിക്കുണ്ടായ അപമാനത്തിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു. അതേസമയത്ത് പഞ്ചപാണ്ഡവന്മാർ 5 പേരും അതിൽ 4 പേരും ശമം വേണം, 5 ഗ്രാമങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാം എന്നുള്ള സന്ധിയുടെ വാക്യമാണ് പറഞ്ഞത്. സഹദേവൻ മാത്രം മറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ പുറപ്പെടുന്ന സമയത്ത് അടുത്തു ചെന്ന് അർജുനൻ പറഞ്ഞത്, അർദ്ധരാജ്യമാണ് എനിക്ക് പ്രിയമായിട്ടുള്ളത്. അർദ്ധരാജ്യം ലഭിക്കുന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യണം എന്നുള്ള കാര്യമാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രിയം ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലോകഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് സന്ധിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും അർദ്ധരാജ്യം കിട്ടാതെ തൃപ്തിയില്ല എന്ന കാര്യമാണ് അർജുനൻ പറഞ്ഞത്. അത് ഭീമസേനനും സ്വീകാര്യമായിരുന്നു. അദ്ദേഹം ഉറക്കെ ഗർജനം ചെയ്തുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ട് ലോകമാകെ കിടുകിടെ വിറച്ചു എന്നും പറഞ്ഞു. ഭഗവാൻ തൻ്റെ ശൈബ്യ, സുഗ്രീവ, മേഘപുഷ്പ, ബലാഹകന്മാരെന്ന് പേരുള്ള 4 കുതിരകളെ പൂട്ടിയ ദിവ്യമായ രഥത്തിൽ ഗരുഡധ്വജനായിട്ട് ഹസ്തനാപുരിയിലേക്ക് പുറപ്പെടുകയാണ്. മാർഗമധ്യേ അനേകം ബ്രഹ്മർഷിമാര് ബ്രാഹ്മ്യാശ്രിയാ ദീപ്യമാനാൻ സ്ഥിതാൻ ഉഭയതപഥി, 2 ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ബ്രാഹ്മ്യമായ ശ്രീ കൊണ്ട്, അതായത് വേദപഠനം കൊണ്ടും സ്വാധ്യായം കൊണ്ടും വന്നു ചേർന്നിരിക്കുന്ന ഐശ്വര്യത്തെയാണ് ബ്രഹ്മശ്രീ എന്ന് പറയുന്നത്. ബ്രാഹ്മണർക്ക് അങ്ങനെ ഒരു വിശേഷണം ചേർക്കാനുള്ള കാരണം വേദാധ്യയനം കൊണ്ടും അതുപോലെ ഉപാസന കൊണ്ടും ഉണ്ടാകുന്ന ഒരു തേജസ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ബ്രാഹ്മ്യമായ ശ്രീ കൊണ്ട് ജ്വലിക്കുന്നവരായ മഹർഷിമാർ 2 ഭാഗത്തും കണ്ടിട്ട് ഭഗവാൻ തേര് നിർത്തി അവിടെ നിന്ന് താഴെ ഇറങ്ങി അവരെ അഭിവാദ്യം ചെയ്ത് പൂജ ചെയ്ത് അവരോട് ഭഗവാൻ സംഭാഷണം ചെയ്തു. കച്ചിൽ ലോകേഷു കുശലം കച്ചിത് ധർമ്മ സുനിഷ്ഠിത ബ്രാഹ്മണാനം ത്രയോവർണ കച്ചിത് തിഷ്ഠന്തി ശാസനെ. ഈ ലോകത്ത് എല്ലാവർക്കും കുശലമല്ലേ? എല്ലാവരും വേണ്ട വിധം ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. ബ്രാഹ്മണരെ അനുസരിച്ചുകൊണ്ട് മറ്റ് 3 വർണ്ണങ്ങളിലുമുള്ള ആളുകൾ കഴിയുന്നുണ്ടല്ലോ. ജ്ഞാനികളായ വേദജ്ഞന്മാരായ ആളുകളെ അനുസരിച്ചുകൊണ്ട് വേണം മറ്റ് 3 വർണ്ണങ്ങളും കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. കച്ചിത് ലോകേഷു കുശലം കച്ചിത് ധർമ്മ സ്വനുഷ്ഠിത. ബ്രാഹ്മണരോട് എന്നും കുശലപ്രശ്നം ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മം വൃത്തിയായി നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് അവരോട് ചോദിക്കേണ്ടത്. അല്ലാതെ അവർക്ക് സുഖമാണോ, ധനം കിട്ടുന്നുണ്ടോ എന്നല്ല. ഇത് നമുക്ക് പല സന്ദർഭങ്ങളും കാണാം. വാൽമീകി രാമായണത്തിൽ കാണാം. ശ്രീരാമചന്ദ്രൻ ശബരീദേവിയോട് ചോദിക്കുന്നതും കച്ചിത്തെ വർദ്ധതേ തപ കച്ചിത്തെ വർദ്ധതേ ധർമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ധർമ്മവും തപസ്സും വർദ്ധിച്ചു വരികയല്ലേ? ഇതാണ് തപസ്സുകളായ ആളുകളോട് ചോദിക്കേണ്ടത് എന്നാണ്. എല്ലാ കാലത്തും അത് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ തന്നെ ധർമ്മത്തിന്റെ ഭാഷ ഒന്ന് തന്നെയാണ്. തപസ്, അതുപോലെ ധർമ്മം, സത്യം മുതലായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് മഹാത്മാക്കളായ ആളുകൾ എന്നും അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി എഴുന്നള്ളി? ഇവർ ആകാശചാരികളായിട്ട് സഞ്ചരിക്കുന്നവരാണ്. നിങ്ങളുടെ മാർഗം ഏതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ വളരെ ഭവ്യമായ ഭാഷയാണ്. നിങ്ങളുടെ മാർഗം ഏതാണ്, നിങ്ങൾ എന്തിനു എഴുന്നള്ളി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ മഹർഷിമാർ ആരൊക്കെയാണ്? ഈ മഹർഷിമാർ നമുക്ക് പേരറിയുന്നവരും അറിയാത്തവരും ഉണ്ട്. പ്രസിദ്ധരും അപ്രസിദ്ധരുമായ ആളുകളുടെ പേര് ഇവിടെ പറയുന്നു. അധശിര എന്ന് പറയുന്ന ആള്, സർപ്പമാലി, ദേവലൻ നമുക്ക് പരിചയമുള്ള ഒരു മഹർഷിയാണ്. ശുനകൻ, ബകൻ, ദാൽഭ്യൻ, സ്ഥൂലശിരസ്, കൃഷ്ണദ്വൈപായനൻ നമുക്ക് നന്നായി അറിയാം, മഹാഭാരത കർത്താവാണ്. ആയോധ ധൗമ്യനും 2 പേരുണ്ട്. ധൗമ്യൻ എന്ന പേരുള്ള 2 പേരിൽ ഒരാൾ ആയോധ ധൗമ്യനാണ്. മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അണിമാണ്ഡവ്യൻ, കൗശികൻ, ദാമോഷ്ണീഷ ത്രിഷവണൻ, പർണാദൻ, ഘടജാനുകൻ, മൗഞ്ചായനൻ, പാരാശര്യൻ, ശാലികൻ, ശീലവൻ, അശനി, ധാതാവ്, ശൂന്യപാലൻ, അകൃതവ്രണൻ പ്രസിദ്ധനാണ്, പരശുരാമന്റെ ശിഷ്യനാണ്, ശ്വേതകേതു, കഹോളൻ എന്ന മഹർഷി, പിന്നെ പരശുരാമൻ. ഇവരൊക്കെയാണ് ആ മഹർഷിമാരുടെ സംഘത്തിലുണ്ടായിരുന്നത്. ജമദഗ്നിപുത്രനായ പരശുരാമൻ സുരാസുരപതികളുടെ, ദേവന്മാരുടെയും അസുരന്മാരുടെയും രാജകന്മാരുമായി സൗഹാർദ്ദമുള്ളവനായ പരശുരാമൻ എന്ന് പ്രത്യേകം പറഞ്ഞു. ആ പരശുരാമൻ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഹേ കേശവ, പൗരാണികമായ ദേവാസുര യുദ്ധങ്ങൾ നേരെ കണ്ണുകൊണ്ട് കണ്ട പുണ്യാത്മാക്കളായ രാജർഷിമാരും ബ്രഹ്മർഷിമാരും ദേവർഷിമാരുമാണ് എൻ്റെ കൂടെ ഉള്ളത്.
അവരൊക്കെ തന്നെ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരെയും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. അതുപോലെ ഹസ്തിനാപുരിയിലെ സഭയിൽ അങ്ങ് സത്യസ്വരൂപനായ അങ്ങ് അവിടെ ചെന്ന് ചെയ്യുന്ന ലോകഹിതത്തിന് വേണ്ടിയുള്ള ആ പരമമായ മഹത്തായ ദൗത്യത്തെ കാണാനും രാജമധ്യ അങ്ങ് പറയുന്ന ധർമാർത്ഥ സഹിതങ്ങളായ വാക്കുകൾ കേൾക്കാനുമാണ് അവർ വന്നിരിക്കുന്നത്. പരശുരാമൻ പറഞ്ഞു, ഭീഷ്മദ്രോണാദികള് വിതുരരും ഒക്കെ തന്നെയും ആ സഭയിൽ ഉപവിഷ്ടരായിരിക്കും. അങ്ങയുടെ വാക്കുകളും അവരുടെ വാക്കുകളും ധർമാർത്ഥങ്ങൾ ചേർന്നതായിരിക്കും, ദിവ്യങ്ങളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് കേൾക്കാനുള്ള കൗതുകം കൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ഈ മഹർഷിമാര് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നവരാണ്. അതുപോലെ ലോകത്തിൻ്റെ ചരിത്രം, പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതേണ്ടവരും പ്രചരിപ്പിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് ഐതിഹാസികമായിട്ടുള്ള ഭഗവാന്റെ ഈ ദൗത്യത്തെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും അതിലെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ഈ മഹർഷിമാർ വന്നിരിക്കുന്നത് എന്നാണ് പരശുരാമൻ അവിടെ പറഞ്ഞത്. ഇത് മാത്രമല്ല, പരശുരാമനാണ് ദുഷ്ടക്ഷത്രിയന്മാരെ വധിച്ച് അവരുടെ വംശം മുടിച്ച് ത്രേതായുഗത്തിൻ്റെയും ദ്വാപരയുഗത്തിൻ്റെയും യുഗസന്ധിയിൽ ഒരു മഹായുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. ഇവിടെ അതേ പരശുരാമന്റെ ദൗത്യം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ദ്വാപരയുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെയും സന്ധിയിലാണ് ഭഗവാന്റെ അവതാരവും കുരുക്ഷേത്രത്തിൽ വീണ്ടും ഒരു ക്ഷത്രിയ വിനാശം നടക്കുന്ന യുദ്ധവും അതിന് നേതൃത്വം ഭഗവാൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്ന് കാണിക്കുന്നതാണ് മഹർഷിമാരുടെ ഈ സന്ദർശനം. അവർ പറഞ്ഞു, ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ അനുവാദം വാങ്ങിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതാണ്. സഭയിൽ വെച്ച് അങ്ങേ വീണ്ടും ഞങ്ങൾ കാണും. ആസീന മാസനേ ദിവ്യേ ബല തേജസ് സമാഹിതം. ബലത്തോടും തേജസ്സോടും കൂടി ദിവ്യമായ സിംഹാസനത്തിൽ അങ്ങ് ഇരുന്നു കൊണ്ട് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ സഭയിൽ സന്നിഹിതരാകും. എങ്ങനെയാണ് അവരവിടെ എത്തുക? അവർ ആകാശചാരികളായിട്ടോ അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് മനോവേഗം കൊണ്ടോ അവരവിടെ എത്തിച്ചേർന്ന് ഭഗവാന്റെ ആ ദൂത് എന്ന് പറയുന്ന ചരിത്രപരമായ നിമിഷത്തെ അവർ കണ്ട് ആസ്വദിക്കും എന്ന കാര്യമാണ് പറഞ്ഞ് ഭഗവാൻ നമസ്കരിച്ചിട്ട് അവരവിടുന്ന് പോവുകയാണ്. ഭഗവാന്റെ കൂടെ മഹാബലപരാക്രമികളായ മഹാരഥന്മാരായ 10 സൈനികര് അസ്ത്രശസ്ത്രങ്ങൾ ധരിച്ചവരും 1000 സൈനികര് വേറെ കാലാൾ പടയും 1000 കുതിരപ്പടയാളികളും കൂടെ ഉണ്ടായിരുന്നു. കുറെ ഭൃത്യന്മാരും അതുപോലെ ഭക്ഷണ സാമഗ്രികളും കരുതിയിട്ടാണ് ഭഗവാൻ പോയത് എന്ന് കൂടി അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു. ആ ഭഗവാൻ പുറപ്പെട്ട സമയത്ത് ആകാശത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യത്തുമുള്ള ആളുകൾക്ക് പലതരം ദുശ്ശകുനങ്ങൾ കാണാനിടയായി. മേഘമില്ലാതെ തന്നെ ഇടിയും മിന്നലും ഉഗ്രൻ മഴയുമുണ്ടായി. കിഴക്കോട്ടൊഴുകുന്ന സിന്ധു മുതലായിട്ട് നദികളൊക്കെ അതിന്റെ ഗതി മാറി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അത്യത്ഭുതകരമായ ഭീകരമായ ഒരു അവസ്ഥയുണ്ടായി, ഒരു ശകുനം. അതായത് ലോകത്തിന് നാശമുണ്ടാകാൻ പോകുന്നു, മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണിക്കുന്നതായിരുന്നു. ജലാശയങ്ങളും അതുപോലെ കുംഭങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും തനിയെ തുളുമ്പി മറിഞ്ഞു. ചെറിയ ഭൂചലനം ഉണ്ടായി എന്ന് വേണം കരുതാൻ. ദിക്കുകളൊന്നും വ്യക്തമായ ഇരുട്ടുകൊണ്ട് മൂടി. ആകാശത്തിൽ പലതരത്തിലുള്ള മനുഷ്യ ആകൃതികൾ പ്രത്യക്ഷപ്പെട്ടു. അത് എല്ലാ ദേശത്തും കാണാൻ സാധിക്കുകയും ചെയ്തു എന്നാണ്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഹാസ്തനപുരിയിലേക്ക് വീശുകയും അവിടെ ഉഗ്രമായ കാറ്റ് വീശിയിട്ട് അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ പൊട്ടി വീഴുകയും ചെയ്തു. വജ്രപാതം പോലെയുള്ള ശബ്ദഘോഷങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞു. അങ്ങനെ അതേസമയത്ത് ഭഗവാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഈ തരം ദുർനിമിത്തങ്ങൾ കണ്ടില്ല. അവിടെ പറയുന്നു, എത്രയെത്ര വാർഷ്ണേയോ വർത്തതേ പഥി ഭാരത തത്ര തത്ര സുഖോ വായു സർവം ചാസി ദക്ഷിണം. എല്ലാം അനുകൂലമായിട്ടാണ് ഭഗവാൻ ഉണ്ടായത്. ഭഗവാന്റെ സഞ്ചാര വീതിയിൽ എവിടെയും ഇത്തരം ദുർനിമിത്തങ്ങൾ ദുശ്ശകുനങ്ങൾ കണ്ടില്ല. അവിടെ വായുവിന്റെ ചലനം, പ്രവാഹം സുഖകരമായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഉദ്ദേശം നടക്കുമെന്നും ലോകത്തിന് അത് നാശകരമായിരിക്കും എന്നും കാണിക്കുന്ന നിമിത്തങ്ങളാണ് കണ്ടത്. പുഷ്പവർഷവും താമരവർഷവും ഉണ്ടായി. ഭഗവാന് എല്ലാ വഴികളും സമമായിട്ട് കുന്നുകളും കുഴികളും ഇല്ലാതെ കാണപ്പെട്ടു. പുല്ല് മുള്ള് മുതലായിട്ട് തടസ്സങ്ങൾ നീങ്ങിയതായിട്ടും കാണപ്പെട്ടു എന്നാണ്. ആയിരക്കണക്കിന് ബ്രാഹ്മണര് ഭഗവാനെ വാക്കുകളെ കൊണ്ട് വഴിവക്കിൽ സ്തുതിച്ചു. അവർ ഭഗവാനെ മധുപർക്കം കൊണ്ട് പൂജിച്ചു. ഭഗവാൻ അവർക്ക് വസ്തുക്കൾ, രത്നങ്ങളും മറ്റും ദാനമായിട്ട് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ മറ്റ് സാധാരണക്കാരായ സ്ത്രീകൾ ഭഗവാനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? തം കിരന്തി മഹാത്മാനം വന്നി പുഷ്പൈ സുഗന്ധിഭി ശ്രയപ്പഥി സമാഗമ്യ സർവഭൂതഹിതേരതം. സർവ ചരാചരങ്ങൾക്കും ഹിതം ചെയ്യുന്നവനായ സർവേശ്വരനായ 3 ലോകത്തിനും പൂജ്യനായ ആ ഭഗവാനെ സ്ത്രീകള് അടുത്തേക്ക് വന്നിട്ട് വനപുഷ്പങ്ങളെ കൊണ്ട്, കാട്ടുപുഷ്പങ്ങളെ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തു. ആ സ്ത്രീകളുടെ മഹാസൗഭാഗ്യം നോക്കൂ. ഭഗവാനെ 3 ലോകത്തിനും അധീശനായിരിക്കുന്ന ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴാൻ അവർ അത്രയധികം സ്നേഹത്തോടെ ഭക്തിയോടെ വന്നിട്ട് ഭഗവാനെ അർച്ചന ചെയ്തു എന്നാണ് പറയുന്നത്.
സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ വയലേലകൾ ഭഗവാൻ കണ്ടു. ശാലി ഭവനങ്ങൾ, അതായത് ശാലി എന്ന് പറയുന്ന ധാന്യങ്ങൾ വിളയുന്ന നിറഞ്ഞു നിൽക്കുന്ന വയലുകൾ കണ്ട് ഭഗവാന്റെ മനസ്സ് വളരെ സന്തോഷിച്ചു. അതിനെ ആസ്വദിച്ചുകൊണ്ടാണ് ഭഗവാൻ സഞ്ചാരം ചെയ്തത്. പലവിധത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഭഗവാന് ഹൃദയാനന്ദം പകർന്നു നൽകുന്ന കാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞു. പട്ടണങ്ങളും അനേകം ദേശങ്ങളും താണ്ടിക്കൊണ്ട് ഭഗവാൻ മുന്നോട്ട് നീങ്ങി. ആ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ തന്നെ ഭാരതവംശികളായ രാജാക്കന്മാരെ രക്ഷിക്കുന്നത് കൊണ്ട് അക്രമികളെ ഭയക്കാതെ കഴിയുന്ന നിർഭീതരായിട്ട് കഴിയുന്ന, ശാന്തമായി ഹർഷത്തോടെ കഴിയുന്ന ജനങ്ങളെയും ഭഗവാൻ കണ്ടു. ആ കാലത്ത് രാജാക്കന്മാര് പ്രജാക്ഷേമ തൽപരരായിരുന്നു ഏറെക്കുറെ. അവരുടെ ഭരണം കൊണ്ട് പ്രജകൾക്ക്, സാധാരണക്കാർക്ക് വളരെ സുഖമായിരുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഉപപ്ലാവ്യത്തിൽ നിന്ന് പുറപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളുടെ പട്ടണത്തിലൂടെ വരുന്ന സമയത്ത് പട്ടണങ്ങളിലെ പട്ടണവാസികളായ ആളുകൾ വഴിവകൾ തടിച്ചുകൂടി ഭഗവാനെ സ്വീകരിച്ചു. തങ്ങളുടെ തങ്ങളുടെ ദേശത്ത് വന്ന അതിഥിയായിട്ട് ജ്വലിക്കുന്ന അഗ്നി പോലെ വരുന്ന ഭഗവാനെ അവർ പൂജിക്കുകയാണ് ചെയ്തതെന്നാണ്. എന്നുവെച്ചാൽ അഗ്നിയായിട്ട് കാണും, അതിഥിയെ അഗ്നിയായിട്ട് കണ്ട് പൂജിക്കണം എന്നുള്ള ഒരു വേദവാക്യമുണ്ട്. അർച്ചയാമാസുർ അർച്ചാർഹം, അർച്ചിക്കാൻ അർഹതയുള്ളവനായ ഭഗവാനെ അവർ പുഷ്പങ്ങളെ കൊണ്ടും മാലിന്യങ്ങളെ കൊണ്ടും ഗന്ധങ്ങളെ കൊണ്ടും ഒക്കെ ഭഗവാനെ അർച്ചിച്ചു. ഒടുവിൽ ഭഗവാൻ എത്തിച്ചേർന്നത് വൃഗസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് പാണ്ഡവന്മാർ 5 ഗ്രാമങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഒരു ഗ്രാമമാണ് വൃഗസ്ഥലം എന്ന് പറയുന്ന ആ ഗ്രാമം. അവിടെ എത്തി. അവിടേക്കും ആകാശത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ചുവന്നു, അസ്തമയത്തെ സൂചിപ്പിച്ചു. ഭഗവാൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി ശൗച ആചമനങ്ങൾ ചെയ്തു, സ്നാനം ചെയ്തു, രഥമോചനം ചെയ്തു ദാരുകനോട് പറഞ്ഞിട്ട്. ദാരുകൻ കുതിരകളെ അഴിച്ചുവിട്ടു. അവയ്ക്ക് അവയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന മറ്റ് അലങ്കാരങ്ങളും മറ്റ് ബന്ധനങ്ങളും അയച്ചു കൊടുത്ത് ആ കുതിരകളെ യഥേഷ്ടം മേയാൻ വേണ്ടി വിടുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ മൃഗസ്ഥലത്തിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ പറഞ്ഞു, തന്റെ കൂട്ടരോട് പറഞ്ഞു, യുധിഷ്ഠിരസ്യ കാര്യാർത്ഥം ഇഹ വത്സ്യാമഹേ ക്ഷപം. യുധിഷ്ഠിരന്റെ കാര്യം നടക്കാൻ വേണ്ടി നമുക്ക് രാത്രിയിൽ ഇവിടെ കഴിയാം. ഇന്ന് ഹസ്തനാപുരിയിൽ ചെന്നാൽ, ഹസ്തനാപുരിയിൽ എങ്ങനെയാണ് സ്വീകരണം എന്ന് അറിയില്ല. അതാണ് ഭഗവാന്റെ ഉള്ളിലിരിപ്പ്. ഇവിടെ ചെന്നാൽ ഒരുപക്ഷെ അവർ അക്രമമാണ് കാണിക്കുക, എന്താണ് കാണിക്കുക എന്നറിയില്ല. അതുകൊണ്ട് രാത്രി സമയം ഇവിടെ കഴിച്ചു കൂട്ടിയിട്ട് യുധിഷ്ഠിരന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പോകുന്നതാണ് ഉചിതം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അവിടെ ഭൃത്യന്മാർ ഭഗവാന് വേണ്ടി ഒരു കൂടാരം ഒരുക്കി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഗ്രാമമുഖ്യന്മാരായ ശ്രേഷ്ഠരായ ബ്രാഹ്മണർ, ആര്യന്മാരും കുലീനരും, അധർമ്മം ചെയ്യാൻ സങ്കോചമുള്ളവർ, അതാണ് നിർഹ്രീകന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ, ബ്രാഹ്മീ വൃത്തി ചെയ്യുന്നവർ, അതായത് വേദവൃത്തി ചെയ്യുന്നവർ, വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും ആയ ബ്രാഹ്മണർ അവിടെ വന്ന് ഭഗവാനെ മംഗളപാഠം ചെയ്തുകൊണ്ട് ആശീർവാദം ചെയ്തുകൊണ്ടും പൂജ ചെയ്തു. സർവലോക പൂജിതനായ ഭഗവാനെ അവർ പൂജിച്ച് രത്നസമ്പന്നമായ തങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു. ആ വീടുകൾ ഭഗവാൻ സമർപ്പിച്ചു. ഭഗവാൻ രാത്രിയിൽ ഞങ്ങളുടെ ഗ്രഹങ്ങളിൽ കഴിയാം എന്നാണ് അവർ പറഞ്ഞത്. ഭഗവാൻ എന്ത് ചെയ്തു? തത് പ്രഭു കൃതമിത്യുക്വാ സത്കൃത്യ ചേതാർഹതാം അഭ്യത്യ ചൈഷാം വേശ്മാനി പുനരായാത് സഹൈവ തൈഹി. ഭഗവാൻ പറഞ്ഞു, കൃതം എന്ന് പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളുടെ ക്ഷണത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് അത്യാവശ്യം എന്തെങ്കിലും വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം അവരോടൊപ്പം ഭഗവാൻ തിരിച്ച് വൃഗസ്ഥലിയിലേക്ക് തന്നെ വന്നു. എന്ന് വെച്ചാൽ അവർ സമർപ്പിച്ചതായ അവരുടെ ആ സൽക്കാരത്തെ ഭഗവാൻ തിരസ്കരിക്കാതെ അത് സ്വീകരിച്ചു. പക്ഷെ അവരുടെ ഭവനങ്ങളിൽ താമസിച്ചില്ല. ഭഗവാൻ തന്റെ ഭക്തന്മാരുണ്ടാക്കിയ കൂടാരത്തിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു. കാരണം അതൊക്കെ ഭഗവാന്റെ രാജ്യതന്ത്രമായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ദുര്യോധനാദികൾ ആക്രമിച്ചാൽ ആ ബ്രാഹ്മണർക്ക് പോലും അപകടമുണ്ടാകും എന്നറിയുന്നത് കൊണ്ടാകാം ഭഗവാൻ അവരുടെ ആ ആതിഥ്യത്തെയും പേരിന് മാത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിയാതെ കൂടാരത്തിൽ തന്നെ കഴിഞ്ഞു കൂടിയത്. അങ്ങനെ ഭഗവാൻ അവിടെ വന്ന് അപ്പോൾ ഭക്ഷണം തയ്യാറാക്കി. ആ ബ്രാഹ്മണരും ഭഗവാന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഭഗവാൻ ഇങ്ങനെ ഹസ്തനപുരിയിലേക്ക് എഴുന്നള്ളിയ കാര്യം അറിഞ്ഞ് ധൃതരാഷ്ട്രർ രോമാഞ്ചം കൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മാദികളെയും ദുര്യോധനെയും വിളിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ഭുതം മഹദാശ്ചര്യം ശ്രൂയത്തെ കുരുനന്ദന സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച കഥയന്തി ഗൃഹേ ഗൃഹേ. അത്ഭുതകരമായിരിക്കുന്നു. എല്ലാ വീടുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആളുകളും സ്ത്രീകളും പുരുഷന്മാരും പറയുന്നതൊക്കെ തന്നെ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തനാപുരിയിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ്. സഭകളിലും ചത്വരങ്ങളിലും നാൽക്കവലകളിലും ഒക്കെ തന്നെ ഇത് തന്നെയാണ് ആളുകളുടെ ചർച്ച. ഉപായാസ്യതി ദാശാർഹ പാണ്ഡവാർത്ഥേ പരാക്രമിയായ ദാശാർഹൻ പാണ്ഡവന്മാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൊട്ടാരത്തേക്ക് വരികയാണ്. അവൻ മാന്യനാണ്, പൂജ്യനാണ്, ലോകയാത്ര അവനിലാണ്, ലോകത്തിന്റെ നിലനിൽപ്പ് ശ്രീകൃഷ്ണനിലാണ്. അവനിൽ ധൃതിയുണ്ട്, വീര്യമുണ്ട്, പ്രജ്ഞയുണ്ട്, ഓജസ്സുണ്ട്. ധൃതരാഷ്ട്രർ ഭഗവാനെ സ്തുതിക്കുകയാണ്. സ മാന്യതാം നരശ്രേഷ്ഠ സഹി ധർമ്മ സനാതന. മാന്യന്മാരിൽ വെച്ച് മാന്യനാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ
സനാതനധർമ്മം തന്നെയാണ്, സനാതനധർമ്മത്തിന്റെ മൂർത്തീഭാവമാണ്. സനാതനധർമ്മം എന്ന് ഈ ധർമ്മത്തിന്റെ പേര് വന്നത് സനാതനൻ ആയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് ധൃതരാഷ്ട്രർ ഇവിടെ പറയുന്നു. കൃഷ്ണൻ സന്തോഷിച്ചാൽ എല്ലാം നേടാൻ സാധിക്കും. ആ ഭഗവാനെ പൂജിക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്യൂ. സഭകളിലും വഴികളിലും ആണ് ഭഗവാനെ പൂജിക്കേണ്ടത്. ഭഗവാൻ വരുന്ന വഴിയിലൊക്കെ വിശ്രമസ്ഥാനങ്ങളായ സഭകൾ നിർമ്മിക്കണം. അവിടെയൊക്കെ ഭഗവാന് സ്വീകരണം ഏർപ്പെടുത്തണം. അല്ലയോ ഗാന്ധാരീപുത്ര, നിന്നിൽ പ്രീതി വരുന്ന വിധം വേണം നീ ഭഗവാനോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലയോ ഭീഷ്മരെ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ശ്രീകൃഷ്ണനെ സ്വീകരിക്കേണ്ടതല്ലേ എന്ന് ഭീഷ്മരോടും അഭിപ്രായം ചോദിച്ചു. അത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, വഴികളിൽ സഭകളും സുന്ദരമായ ദേശങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും സർവരത്ന സമന്വിതങ്ങളായ വിശ്രാമ കേന്ദ്രങ്ങളും ഞാൻ നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭൃത്തന്മാർക്ക് ആജ്ഞ കൊടുത്ത് ദുര്യോധനൻ ഭഗവാൻ വരുന്ന വഴികളിലൊക്കെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളായിട്ടുള്ള സഭകളും അതുപോലെ വിശ്രമസ്ഥാനങ്ങളും നിർമ്മിച്ചു എന്ന് മാത്രമല്ല, സുന്ദരികളായ സ്ത്രീകളെ ഏർപ്പാട് ചെയ്തു. അന്നപാനാദികൾ കൊടുത്ത് സൽക്കരിക്കാൻ വേണ്ടി നേർത്ത വസ്ത്രം ധരിച്ച സൂക്ഷ്മ വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ഭഗവാനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം കൊണ്ട് ആകർഷിച്ച് തൻ്റെ പക്ഷത്താക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ അങ്ങനെ ചെയ്യുന്നത്. നേർത്ത വസ്ത്രം ധരിച്ച സ്ത്രീകളെ പ്രത്യേകമായിട്ട് സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്തു. അന്നപാനാദികൾ കൊണ്ടും ഗന്ധമാല്യങ്ങളെ കൊണ്ടും ഭഗവാനെ മൃഗസ്ഥയിൽ വെച്ച് തന്നെ തന്നോട് ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പക്ഷം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായമാണ് ദുര്യോധനൻ സ്വീകരിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ദുര്യോധനൻ നിരാശനായിട്ട് പറഞ്ഞു, മൃഗസ്ഥലയിൽ എത്തിയ ശ്രീകൃഷ്ണൻ ഞാൻ കൊടുത്ത സ്വീകരണങ്ങളൊന്നും കണ്ടു എന്ന് നടിച്ചില്ല, അതുകൊണ്ട് ഇനി കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഹസ്തനപുരിയിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് എന്തൊക്കെയാണ് ദുര്യോധനൻ, ധൃതരാഷ്ട്രർ മുതലായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാൻ ആ തന്ത്രങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, ഭീഷ്മരെ പോലെയുള്ള അറിവുള്ള ആളുകൾ എങ്ങനെയാണ്, വിതുരരെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ധൃതരാഷ്ട്രരോട് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, ഭഗവാനെ എങ്ങനെയാണ് അവർ സമീപിക്കുന്നത് എന്ന് നമുക്ക് തുടർന്ന് കാണാം.